നമ്മളൊരു സബ്സ്ക്രൈബർ കുറേയായി 3D കാറ്റ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട് ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചധികം ബിസി ആയിപ്പോയി, അതാണ് ഇത്ര ലേറ്റായതിന് ആദ്യം തന്നെ ഒരു കുട്ടി സോറി. ആൾ ഉദ്ദേശിച്ചത് ഈ ഒരു 3D കാറ്റാണോ എന്നൊന്നും അറിയില്ല. ഒരു പൂച്ചക്കുട്ടീനെ കൂടി, ഒരു 3D പൂച്ചക്കുട്ടീനെ കൂടി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് പിറകെ വരുന്നതായിരിക്കും. ഈ പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് 5 മിനിറ്റിൻ്റെ കാര്യമല്ലോ. അതിന് നിങ്ങൾക്ക് വേണ്ടത് 2 സ്ക്വയർ പേപ്പറാണ്. അതിൽ ഒരു മെയിനായിട്ട് ഒരു സ്ക്വയർ പേപ്പറും പിന്നെ ഒരു കുട്ടി സ്ക്വയർ പേപ്പർ, നമ്മുടെ ആദ്യം എടുത്ത സ്ക്വയർ പേപ്പറിൻ്റെ 4/1 സൈസൊക്കെ വരുന്ന ഒരു സ്ക്വയർ പേപ്പർ എടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്ത് അങ്ങ് പോയാൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ വീഡിയോ സ്ലോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടീനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 2 സ്ക്വയർ പേപ്പറിൽ വലിയ സ്ക്വയർ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ പൂച്ചക്കുട്ടീൻ്റെ ബോഡി പാർട്ട് ചെയ്യുന്നത്. അതിൽ ചെറിയ സ്ക്വയർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഫേസിൻ്റെ സെക്ഷനുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ബോഡി പാർട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ആ വലിയ സ്ക്വയർ പേപ്പർ വെച്ച് ഫോൾഡ് ചെയ്ത് പോകുന്ന സെക്ഷനാണ്. എന്നോട് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ചെറിയ സെക്ഷൻ വെച്ചിട്ട് ഫേസും കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസ് വേണ്ടവരെന്ത് ചെയ്യുക, കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാനത് ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ പൂച്ചക്കുട്ടീൻ്റെ ബോഡി പാർട്ട് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു കുട്ടി വാലൊക്കെ ഉള്ള ഒരു കുട്ടി പൂച്ചക്കുട്ടി. അതിൻ്റെ മേലത്തെ സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബോക്സ് പോലെ കാണാം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള കുട്ടി കുട്ടി ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഫേസിൻ്റെ സെക്ഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയൊരു സ്ക്വയർ പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ക്വയർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ചെറിയ സ്ക്വയർ പേപ്പർ എടുത്തിട്ട് ഞാൻ ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്ത് പോവുക. എന്നിട്ട് ഫേസിൻ്റെ സെക്ഷനിൽ കണ്ണും വായൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു പൂച്ചക്കുട്ടി നിങ്ങൾ കാണുന്ന പോലെ ചില്ലറക്കാരനൊന്നുമല്ല, നമ്മുടെ സ്റ്റഡി ടേബിളിൽ നല്ല താരമാക്കി മാറ്റാൻ പറ്റും. ഇതിന് മുകൾ ഭാഗത്തുള്ള ആ ചെറിയ ബോക്സിൽ നമ്മുടെ കയ്യിലുള്ള കുട്ടി കുട്ടി ഐറ്റംസ് ലൈക്ക് ഇറേസർ, ഷാർപ്നർ, ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചക്കുട്ടി. കാണാൻ നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.